നോർമലി നമ്മുടെ ഈ ഇതുപോലത്തെ ബ്ലൈൻഡ്സ് മേടിക്കുമ്പോൾ നമുക്ക് ഈ വിട്ട് കറക്റ്റായിട്ട് നോക്കി മേടിക്കാൻ പറ്റുമെങ്കിൽ ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ലെങ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ലാസ്റ്റത്തെ ഈ റോഡ് ഇവിടെ തന്നെ ഇട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ആയിരിക്കില്ല നമ്മൾ ബ്ലൈൻഡ്സ് നോർമലി കയറ്റി വെക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് താഴോട്ടിടുക, ഫുള്ളായിട്ടിടുക കേട്ടോ. ഇവിടെ ഒരു കെട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഈ ഭാഗത്തിനെക്കാട്ടും കൂടുതൽ താഴത്തില്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് എവിടെയാണ് ഈ ലാസ്റ്റ് റോഡ് വരുന്നത് എന്ന് അനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഈ 2-3 ഭാഗവും കൂടി താഴെ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അതേ സ്പേസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ മിച്ചം വരുന്ന അങ്ങനെല്ലാം കളയുക, വേണമെങ്കിൽ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഇത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇവർ കയറ്റി വെച്ചേക്കുന്നതായിരിക്കും ഇത് ഈ ഒരു സംഭവം. അപ്പം നമ്മൾ നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുണ്ടത് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, കണ്ടോ? അത് ജസ്റ്റ് കയറ്റി വെക്കുക, അതിങ്ങനെ ഊരി എടുക്കാനും പറ്റും. അതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ഊരുക. അതിൻ്റെ കെട്ട് കാണും, അത് നമ്മൾ നേരെ തിരിച്ച് വെച്ചിട്ട് ഊരിയെടുക്കുക. ഇത് നമ്മളിനി ഈ ഒരു സംഭവം നേരെ തിരിച്ചവിടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടുത്തെ റോഡ് എവിടെയാ ജിനി ഇരിക്കുന്ന ഈ റോഡ് ഇങ്ങനത്തെ ഒരു സാധനം എന്താണെന്നറിയാം. നമുക്ക് ഏകദേശം ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇതിലിടാം, ഈ ഒരു ഭാഗത്തിനത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കയറി കിടക്കും. വേണമെങ്കിൽ ഒരു കുറച്ചിങ്ങനെ പൊക്കി വെക്കുകയും ചെയ്യാം. നമ്മളിത് ചെയ്യണ്ടോ, ഇത് ഈ നടുക്കത്തെ ഈ ഒരു ഇതിൻ്റെ അകത്താണ് സത്യം പറയാൻ പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ അത് മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ഓരോ നൂലെടുക്കാൻ പറ്റും. ഇതൊന്ന് എത്ര മണി ചെയ്യാനാണ് അത് പണി. സെറ്റപ്പായി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ റോഡില്ലേ, ഇത് നമ്മൾ കറക്റ്റായിട്ട് വെക്കുക എന്നുള്ള. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, ഇതുണ്ടോ, അതെ ഇങ്ങനൊരു ഭാഗം കാണാൻ പറ്റും. ഇതിൻ്റെ അകത്താണ് നോർമലി ഇത് കയറി നിൽക്കുന്നത്, കണ്ടോ? ഇങ്ങനെ ഈ ക്രോസ് വയ്ക്കുന്ന നൂലില്ല, അതിൻ്റെ അകത്താണ് സാധാരണ ഇങ്ങനെ കയറി കിടക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് കയറി കിടക്കുന്നത്. അതിന് ശേഷം നെക്സ്റ്റ് വണ്ടിൻ്റെ അകത്ത് തന്നെ ഇത് കറക്റ്റ് ഇടുക. ശേഷം ഈ ഒരു ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് കയറ്റുക. സെയിം പ്രൊസീജിയർ ഇപ്പോഴും ചെയ്യാം. ഇതാണ് കേൾക്കുന്നത്. ഓക്കെ, കൈ നിർത്തി നമ്മൾ എന്നിട്ട് ഇങ്ങനെ വെച്ചോണം, അത് കറക്റ്റാണ്. അടുത്തതിൽ തന്നെയാണ് വീണ കിടക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഹോളിൻ്റെ അകത്തോടെ ഈ സംഭവം ഇടുക. ഓക്കെ, ശേഷം നമ്മളിവിടെ ഒരു കെട്ട് കൊടുക്കുക കേട്ടോ. ഇത് കറക്റ്റ് പിടിച്ചോണ്ട് വേണേ, ഇവിടെ പിടിച്ചോണ്ട് ഞാൻ ഇവിടെ ഒരു കെട്ട് കൊടുക്കാം. അത് ഇവിടെ ചെറിയ നോട്ട്. ഓക്കെ, അടുത്തത് ഇത് നമ്മളിന്ന് താത്തിട്ടിട്ട് ഏകദേശം ഫ്രാഗ് വെച്ച് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം പോകുന്നു. അതിനനുസരിച്ച് ഇവിടെ നമ്മൾ ചെറിയൊരു നോട്ട് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ വെച്ചോണ്ട് അപ്പോൾ കറക്റ്റായില്ലേ. ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേൾക്കണം. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. കണ്ടോ,
ഇപ്പൊ നമുക്ക് കറക്റ്റ് മറ്റേ ഒത്തിരി ഇങ്ങനെ പടന്ന് കിടക്കാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിസ്റ്റ് വന്നായിട്ടുള്ള ഇതില്ലേ, ഈ നൂലെല്ലാം നമ്മൾ തിരിച്ചു വെക്കണം. കണ്ടോ, അകത്തോട്ട് കയറ്റി വെക്കണം ഇങ്ങനെ. എന്നിട്ട് ചെറിയൊരു ലിഡ് ചെയ്തുണ്ടോ ഇത് നമ്മൾ തിരിച്ച് അതിൻ്റെ അതിങ്ങനെ വെക്കുക, പ്രസ് ചെയ്യണ്ടോ, വൃത്തിയായിട്ടിരിക്കുന്നില്ലേ. പ്രൊസീജിയർ സെയിം റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇതുണ്ടോ, എല്ലാം നൂലെല്ലാം പ്രോപ്പറായിട്ട് ഇതിനകത്ത് വെക്കുക. പിന്നാണ് അവരിങ്ങനെ പെട്ടെന്ന് ഊരാൻ ഇതിലെ ഭാഗത്തിൽ കൊടുത്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ടിരിക്കും. ഉണ്ടോ, ഈ അടപ്പ് ഈ സാധനങ്ങൾ വെച്ചാൽ വൃത്തിയായി, നല്ല വൃത്തിയായിട്ട്. കണ്ടോ, താഴെ നോക്കിയാൽ നല്ല നോക്കിയാണേ. അപ്പം എല്ലാം ഓൾ സെറ്റായില്ലെന്ന് നോക്കി. അപ്പം നല്ല വൃത്തിയായിട്ടിരുന്നില്ല. കണ്ടോ, നമുക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു മിച്ചം. ഇപ്പം കറക്റ്റ് ആയിട്ട് ഇത്രയും സംഭവം മിച്ചമാണ് നമുക്ക്. കണ്ടോ, അപ്പോൾ നിങ്ങളും യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.